ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോ എല്ലാ പ്രാവശ്യവും ടീച്ചർ വരുന്നത് പോലെ തന്നെ ഇന്ന് വന്നതും ഒരു LSSന്റെ സ്പെഷ്യൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചോദ്യവുമായിട്ടാണ്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മളിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നോട്ട്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാതായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യാത്തവര്. അപ്പോൾ ഇന്ന് ടീച്ചറെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി തരാണ്. ഒന്നുമില്ല, അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം. നമ്മള് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടുമെന്ന് ഉറപ്പ് തന്നെയാണ് അല്ലെ. അപ്പോൾ ഇന്നത്തെ LSSന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് മലയാള കവിക്കാണ് യോജിക്കുന്നത്? ഇത് ഇപ്പോൾ ടീച്ചർ തരുന്ന ഉദാഹരണം തന്നെ വരണമെന്നില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാഠഭാഗം, ടീച്ചർ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ കഥ എഴുതിയവരെ കവിത എഴുതിയവരെ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. അവരെ പറ്റിയ ഒരു സൂചന നമുക്ക് തരുവേ. അപ്പോൾ അതിൽ നിന്ന് അത് ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സൂചന ഏതാണെന്നോ, 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് നോക്കുക. LSS പരീക്ഷയിലെ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്ന ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു കോഡ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആർക്കൊക്കെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റൂ കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഭൂമിക്കൊരു ചരമഗീതം പ്രശസ്ത കവിതയാണ്. ഈ കവിയുടെ പ്രശസ്ത കവിതയാണ് എന്ത്? ഭൂമിക്ക് ഒരു ചരമഗീതം. ഭൂമിക്ക് ഒരു ചരമഗീതം പാടിയ കവിയാണ് എന്ന് ടീച്ചർ തന്നെ പലപ്പോഴായി എന്റെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൂമിക്ക് ഒരു ചരമഗീതം ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് എന്നാണ് മൂന്നാമത്തെ സൂചന. അപ്പോൾ 1, 2, 3, 4 സൂചനകൾ നിങ്ങൾക്ക് തരും. ഇതിൽ നിന്ന് നിങ്ങൾ ആരാണ് കവി എന്ന് തിരിച്ചറിയണം. ആരാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കവി ആരൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ജ്ഞാനപീഠം ലഭിച്ച എഴുത്തുകാരൻ, മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെയായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വിത്ത് കോഡ് കേട്ടോ. ഓക്കെ. പിന്നെ ഭൂമിക്കൊരു ചരമഗീതം, ഇതാണ് പ്രശസ്തമായ കവിത. ഇനി ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ക്ലൂ തരാം. കുഞ്ഞേടത്തി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ്. ഇനി അതും കിട്ടാത്തവർക്ക്, കുടയില്ലാത്തവർ ഇദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം ആരാണ്? ONV കുറിപ്പാണ് അല്ലെ. ONV കുറിപ്പാണ് ഈ ഒരു സൂചനകളിൽ തന്നിരിക്കുന്ന എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് 2007 എന്ത് ജ്ഞാനപീഠം ലഭിച്ചത് കേട്ടോ. ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് അതിവിടെ തന്നിട്ടുണ്ടല്ലോ. അടുത്ത കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് പറഞ്ഞുതരാം. മുത്തശ്ശൻ എന്ന് പറയുന്ന കവിത ONVയുടേതാണ്. ONV കവിതകൾ മാത്രമാണ്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കൃതികള്, അതും കൂടെ എന്റെ മക്കള് പഠിക്കണം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. മുത്തശ്ശൻ, കുഞ്ഞേടത്തി, കോതമ്പ് മണികൾ, അമ്മ, ഭൂമിക്കൊരു ചരമഗീതം. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള കവിത കുടയില്ലാത്തവരായിരുന്നു. ആ പാഠം പഠിച്ചത് കൊണ്ടാണ് ഈ കവിയെ പറ്റി നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് കേട്ടോ. അപ്പൊ കുടയില്ലാത്തവർ എന്ന കവിത ഇദ്ദേഹത്തിൻ്റെതാണ്. ഭൂമിക്കൊരു ചരമ ഗീതം. ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യം, എല്ലാവരും ഒരു പെന്നും പേപ്പർ എടുത്ത് എഴുതി നോക്കുക. ഇനി കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കമന്റ് ചെയ്യുക. ONV കുറിപ്പിന്റെ പൂർണ്ണമായ പേര് എന്താണ്? എല്ലാവരും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്യുക? കമന്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റും, അല്ലാത്തവരെന്ത് ചെയ്യാ? ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് അതിനുശേഷം ഉത്തരം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ പഠിക്കുന്ന ഗൈഡിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? അത് നിങ്ങൾ ശരിയായിട്ടാണോ എഴുതിയതെന്ന് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ONV കുറിപ്പിന്റെ പൂർണ്ണമായ പേര് എന്താണ്? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ ക്ലാസ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ഉറപ്പായ ചോദ്യവുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.